നമ്മൾ ശബരിമലയിൽ തുടങ്ങി ഇനി ഗുരുവായൂരിലേക്ക് ഗുരുവായൂർ കാര്യങ്ങൾ കുറച്ച് സങ്കീർണമാണ്. കാരണം അവിടെ ഗുരുവായൂർ ഏകാദശിക്ക് ഉണ്ടായിരുന്ന ഉദയാസ്തമന പൂജ ഇപ്പോൾ അതിനെ സംബന്ധിച്ച തർക്കം കോടതിയിലെത്തിയിരിക്കുകയാണ്. അത് ഏകാദശിക്ക് നടത്തിയിരുന്ന ഉദയാസ്തമന പൂജ അതിൻ്റെ സമയക്രമം ദേവസ്വം ബോർഡ് മാറ്റുന്നു, തിരക്ക് പരിഗണിച്ച് മാറ്റുന്നു എന്നൊക്കെയാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. എല്ലാ ദിവസവും തിരക്കുണ്ട് ക്ഷേത്രമാണ്. അതെ, അപ്പോൾ അത് എന്തായാലും കോടതിയുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. കോടതി ഇന്ന കാര്യത്തിൽ ഒരു തീർപ്പ് നൽകുമെന്നാണ് പ്രതീക്ഷ. ഏതായാലും ഗുരുവായൂർ ഏകാദശിക്ക് ഒരുങ്ങുകയാണ് അമ്പലനട. ആ വാർത്തകളിലേക്ക്. ഗുരുവായൂർ ഏകാദശി ഉദയാസ്തമന പൂജ മാറ്റിയതിനെതിരായി തന്ത്രി കുടുംബാംഗങ്ങൾ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി വിധി ഇന്ന്. ഏകാദശി ഉദയാസ്തമന പൂജ നവംബർ 12 നടത്തിയത് തിരക്ക് കണക്കിലെടുത്തും ശ്രീകോവിൽ അടച്ചിടാതെ ദർശനം സുഗമമാക്കാനും എന്നാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ നിലപാട്. എന്നാൽ ദേവസ്വം നടപടി ആചാര ലംഘനമാണ് എന്നാണ് ഹർജിക്കാരുടെ വാദം. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, ഈ ഗുരുവായൂർ ഏകാദശിയിലെ ഉദയാസ്തമന പൂജയെ സംബന്ധിച്ച കേസ്, അതിന്മേൽ ഇന്ന് കോടതിയുടെ തീർപ്പുണ്ടാകും എന്ന് കരുതാൻ കഴിയുമോ രേഷ്മ? വിനോദ്, ഹൈക്കോടതി ദേവസ്വം ബെഞ്ചാണ് ഗുരുവായൂർ ഏകാദശി ഉദയാസ്തമന പൂജ മാറ്റിയതിനെതിരായിട്ടുള്ള തന്ത്രി കുടുംബാംഗങ്ങൾ നൽകിയ ഹർജി വിധി പറയുന്നത്. രാവിലെ 10:15 വിധി പറയുമെന്നാണ് കരുതുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങളൊക്കെ തന്നെ പൂർത്തിയായിരുന്നു. ഈ ഹർജിയുടെ പ്രാധാന്യം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഹർജിയിൽ നിരവധി കക്ഷികളുടെ അപേക്ഷകൾ വരികയും അത് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് അനുവദിക്കുകയും ചെയ്തിരുന്നു. പ്രധാനമായിട്ടും ഈ തന്ത്രി കുടുംബാംഗങ്ങൾ പറയുന്നത് ഈ ഗുരുവായൂർ ഏകാദശി ഉദയാസ്തമന പൂജ നവംബർ 12 നടത്തിയത് ആചാര ലംഘനമാണ് എന്നുള്ള ഒരു വാദമാണ്. അത് മാത്രമല്ല, ഈ സാധാരണ ഒരു വഴിപാട് മാത്രമാണ് ഉദയാസ്തമന പൂജയെന്നും അത് ആചാരമല്ല എന്നുമുള്ള ഒരു തന്ത്രിയുടെ നിലപാട്, അത് അംഗീകരിച്ച ദേവസ്വത്തിന്റെ നിലപാട്, ഇതൊക്കെ തന്നെ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് മുന്നിൽ പ്രസ്തുത ഹർജിക്കാർ ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെയുള്ള ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ക്ഷേത്രങ്ങളുടെ ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പുസ്തകങ്ങളടക്കം ചൂണ്ടിക്കാട്ടി അത് രേഖകളായിട്ട് സമർപ്പിച്ചുകൊണ്ടായിരുന്നു ഹൈക്കോടതിയിൽ ഇത്തരം ചില വാദഗതികൾ ഉന്നയിച്ചത്. ഓദിക്കന്മാരും ചെർളയും കോവിലകവും അടക്കം ഇതിൽ കക്ഷിയേരുകയും വാദങ്ങൾ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഗുരുവായൂർ ദേവസ്വം ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ ഏകാദശി ഉദയാസ്തമന പൂജ മാറ്റിയത് ഏകാദശിക്ക് വലിയ രീതിയിലുള്ള തിരക്കുണ്ട്, അതുകൊണ്ട് തന്നെ ശ്രീകോവിൽ അടച്ചിടാതെ ദർശനം സുഗമമാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഈ ഉദയാസ്തമന പൂജ മാറ്റിയത് എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ സാധാരണ ഉദയാസ്തമന പൂജയ്ക്ക് 5 മണിക്കൂറൊക്കെയാണ് എടുക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് മുൻവർഷങ്ങളിൽ ആ ഒരു സാഹചര്യം വന്ന സമയത്ത് തന്ത്രിയോട് ഇത് സംബന്ധിച്ച് ബദൽ മാർഗങ്ങൾ എങ്ങനെ എടുക്കാൻ പറ്റും, ബദൽ മാർഗങ്ങൾ ഏതൊക്കെ വിധത്തിൽ ചെയ്യാൻ സാധിക്കും എന്നത് സംബന്ധിച്ചുള്ള ഒരു അഭിപ്രായം തേടിയിരുന്നു. അന്ന് തന്ത്രി പറഞ്ഞത് ഈ ഉദയാസ്തമന പൂജ എന്ന് പറയുന്നത് വഴിപാട് മാത്രമാണ്, അത് ഒരു ആചാരമല്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ ദേവഹിതം അറിയണം എന്നുള്ളതായിരുന്നു തന്ത്രിയുടെ നിലപാട്. അങ്ങനെ ദേവഹിതം അറിഞ്ഞു. ഈ ദേവഹിതവും ഇത്തരത്തിൽ ഈ മാറ്റത്തിന്, അതായത് ഉദയാസ്തമന പൂജ ഏകാദശിയിലെ ഉദയാസ്തമന പൂജ നവംബർ 12 മാറ്റുന്നതിന് അനുകൂലമായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് നവംബർ 12 നടത്തിയതെന്നുള്ളൊരു വാദഗതിയാണ് ഗുരുവായൂർ ദേവസ്വം ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. അതിനോടൊപ്പം തന്നെ ഈ ഹർജിയിലെ തന്നെ എതിർകക്ഷിയായിട്ടുള്ള തന്ത്രിയും സമാനമായിട്ടുള്ള ഒരു നിലപാട് ഹൈക്കോടതിയിൽ സ്വീകരിച്ചു. ആചാരമല്ല, മറിച്ച് വഴിപാട് മാത്രമാണ് ഉദയാസ്തമന പൂജ, ദേവഹിതം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ പൂജ മാറ്റിയത് എന്നുള്ളത് തന്നെയാണ്. അത് മാത്രമല്ല, ആദിശങ്കരൻ ഗുരുവായൂർ എത്തി എന്നുള്ളത് ഒരു ഐതിഹ്യം മാത്രമാണെന്നുള്ള ഒരു സുപ്രധാന പരാമർശവും തന്ത്രിയുടെ സത്യവാങ്മൂലത്തിലുണ്ടായിരുന്നു. ഇത്തരത്തിൽ നിരവധി വാദഗതികളാണ് ഹൈക്കോടതിയിൽ മുന്നിൽ വന്നത്. ഒപ്പം തന്നെ രേഖകളടക്കം ഹൈക്കോടതി പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഇന്ന് 10:15 വിധി പറയാനിരിക്കുന്നത്. എന്തായാലും ഗുരുവായൂർ ഏകാദശി ഉദയാസ്തമന പൂജ മാറ്റിയതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഭക്തരുടെ ഭാഗത്തു നിന്നും ഉയർന്നതിനിടയിൽ തന്നെയായിരുന്നു ഹൈക്കോടതിയിൽ ഇത്തരം ഒരു ഹർജി എത്തിയത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ തീരുമാനം ഇക്കാര്യത്തിൽ നിർണായകം തന്നെയാണ്. ഹൈക്കോടതിയുടെ തീരുമാനം നിർണായകം തന്നെയാണ്. കാരണം ഹൈന്ദവ സംഘടനകളടക്കം പ്രതിഷേധം ഉയർത്തിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് കോടതി വിധി ഏറെ നിർണായകം തന്നെയാണ്.